നമസ്കാരം. GK പോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം: കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, തവനൂർ സെൻട്രൽ ജയിൽ. അടുത്ത ചോദ്യം: 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി 18 മുതൽ 21 പ്രായപരിധിയിലുള്ളവരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത്. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ശരിയായത്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിലെ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 1, 2, 4. അടുത്ത ചോദ്യം: കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2, 3 മാത്രം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. 2, 3 ശരി ഉത്തരം. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 3 മാത്രം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അടുത്ത ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഡിസംബർ 11, 1998. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് ശരി ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഇതിൽ 1 മാത്രമാണ് തെറ്റായത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഓപ്ഷൻ ബി ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്തത്: കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതിൽ സി ആണ് ശരി ഉത്തരം, 1, 3, 4. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 1, 3, 4 ശരിയായത്. അടുത്ത ചോദ്യം: 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഡി ആണ് ശരിയുത്തരം, ഇവയൊന്നുമല്ല. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ എ വിശ്വാസ് മെഹ്ത്ത. വിശ്വാസ് മെഹ്ത്തയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമത്തിന് കീഴിൽ
പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 3, 4. ഇവയെല്ലാം ശരിയാണ്. സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നോട്ട് നിൽക്കുന്നത്? ബുദ്ധിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നോട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ശാരീരിക ചലനപര ബുദ്ധി. ശാരീരിക ചലനപര ബുദ്ധി എന്നതാണ് ശരിയായ ഉത്തരം. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്. ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം, അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം ആണ് ശരിയായ ഉത്തരം. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം സാമൂഹികം എന്ന മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉത്കണ്ഠ. ഉത്കണ്ഠയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നല്ല മാർക്കു നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഫീസ് ഒടുക്കേണ്ടതില്ല. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അടുത്തത്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 25,000 രൂപ. 25,000 രൂപയാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10-നാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. അവിടെ എത്ര മണിക്കൂറിനുള്ളിലാണ്? 24 മണിക്കൂർ. ഓപ്ഷൻ ബി 24 മണിക്കൂർ. അടുത്തത്, നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1955-ലെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ് എന്നതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം
തവനൂർ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, തവനൂർ. അടുത്ത ചോദ്യം, ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ഓപ്ഷൻ എ ആണ് അസിസ്റ്റന്റ് DGP ആൻഡ് CS. അടുത്ത ചോദ്യം, തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? ഓപ്ഷൻ ബി ആണ് 6 വയസ്സ്. 6 വയസ്സ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഫ്രോയിഡ്. ഫ്രോയിഡ് ആണ് ഉത്തരം. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു അവസ്ഥയുടെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. അടുത്ത ചോദ്യം, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഗാർഡനർ. ഗാർഡനർ ആണ് ശരിയായ ഉത്തരം. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്നു പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്നു പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ഓപ്ഷൻ എ ബന്ദുര. ബന്ദുരയാണ് ഉത്തരം. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ആത്മസംതൃപ്തി. ആത്മസംതൃപ്തി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അതുപോലെ പഠിക്കുക. അത്യാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.